കേരളത്തിന് ലഭിക്കേണ്ട നിരവധി ഫണ്ടുകളാണ് കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. സർവശിക്ഷ അഭിയാൻ പോലെ ഒരുപാട് കേരളത്തിൻ്റെ വികസനത്തിന് സഹായകമാകുന്ന നിരവധി ഫണ്ടുകൾ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കേരളത്തിന്മേൽ ഒരു സാമ്പത്തിക ഉപരോധം ഏൽപ്പിക്കാമെന്നുള്ളൊരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് BJP ഇതര ഗവൺമെൻറ്റുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം BJP അധികാരത്തിൽ കൊണ്ടുവരണം, BJPക്ക് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഇത്തരം ഒരു നിലപാടുകളിൽ കൂടിയാണ് നരേന്ദ്രമോദിയുടെ ഒരു കാഴ്ചപ്പാടും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് കേരള ജനതയെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാമോ അത്രത്തോളം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഈ ജനങ്ങളെ BJPയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ അത് യാതൊരു കാരണവശാലും BJPയിലേക്ക് മറ്റുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പൊതുജനങ്ങളെ അടുപ്പിക്കാൻ കഴിയത്തില്ല. നരേന്ദ്രമോദി വിചാരിക്കുന്ന നമുക്ക് സാധിക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കേരളത്തിൻ്റെ വികസനത്തിനാണ് ഈ ഫണ്ടുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിലുള്ള എല്ലാവരുടെയും അവകാശമാണ് ഈ ഫണ്ട്, അർഹമായ ഫണ്ട് കേരളത്തിന് ലഭിക്കുക എന്നത്. പക്ഷേ കേന്ദ്രം ഇത്രത്തോളം ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും ഒരു ശക്തമായ സ്വരം ഉയർത്താൻ കേരളത്തിലെ UDF ശ്രമിക്കുന്നില്ല. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു പാർട്ടി തമ്മിലുള്ള ഒരു അടിയേക്കാൾ ഉപരി കേരളത്തിൻ്റെ വികസനത്തിന് ഉതകുന്ന ഒരു ഫണ്ടാണ് തടഞ്ഞു വെക്കുന്നത് കേന്ദ്രം. അപ്പോൾ അതിനെതിരെ ശബ്ദം ഉയർത്തേണ്ടത് UDFൻ്റെ കൂടി ആവശ്യമാണ്. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? UDF എന്ന് പറയുമ്പോൾ UDFിലുള്ള പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും BJPയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് ഇനിയുള്ള കോൺഗ്രസ്സുകാർക്കും BJPയിലേക്ക് പോകാനുള്ള കണ്ണും നോട്ടമിട്ടിരിക്കുന്ന നേതാക്കന്മാരാണ്. അതുകൊണ്ടാണ് അവർ മൗനം ഭജിക്കുന്നത്.